പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് മണ്ണുത്തി കേരള കാർഷിക സർവകലാശാലയുടെ മോഡൽ ഓർഗാനിക് ഫാമിലാണ്. ഇവിടെ 100 വർഷത്തോളം പഴക്കമുള്ള പ്ലാവിൻ്റെ ഒരു തോട്ടം, ഈ തോട്ടം വെട്ടിനശിപ്പിക്കാനുള്ള ഒരു നീക്കമാണ് നടക്കുന്നത്. അതിനെതിരെ ഈ പ്ലാവുകൾ ഒരിക്കലും വെട്ടിമാറ്റരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന ഒരു സഹന സമരത്തിൻ്റെ ഭാഗമായാണ് ഞാനും ഇതിൽ പങ്കെടുത്തത്. ഒരുപാട് സാമൂഹ്യ പരിസ്ഥിതി സ്നേഹികളായിട്ടുള്ള ആളുകൾ ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇത് കാർഷിക സർവകലാശാലയുടെ ഭാഗമായുള്ള ഭൂമി ഇപ്പോൾ അത് മൃഗസംരക്ഷണ വകുപ്പുമായി ബന്ധപ്പെട്ട് വെറ്റിനറി സർവകലാശാലയ്ക്ക് നൽകാനുള്ള നീക്കമാണ്. വെറ്റിനറി സർവകലാശാലയാണ് ഈ ഭൂമിയിലെ പ്ലാവുകളെല്ലാം വെട്ടി, അതുപോലെ തന്നെ മാവുകളും എല്ലാം വെട്ടിക്കളഞ്ഞ് അവിടെ പുൽകൃഷി നടത്തുന്നതുമായി ഒരു ആലോചന നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മരങ്ങൾ ഒരിക്കലും വെട്ടിമാറ്റരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് സാമൂഹ്യ പ്രവർത്തകർ നടത്തുന്ന ഒരു സമരമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചക്കദിനമാണ്. ഈ ചക്കദിനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇന്നിപ്പോൾ നമ്മൾ നിൽക്കുന്നത് മണ്ണൂത്തിയിലുള്ള കാർഷിക സർവകലാശാലയുടെ ഒരു കേന്ദ്രത്തിലാണ്. ഇവിടെ ഏകദേശം 197 വിവിധ ഇനങ്ങളായിട്ടുള്ള പ്ലാവുകൾ, അതോടൊപ്പം തന്നെ ജാതികൾ, അതോടൊപ്പം തന്നെ മാവുകൾ, അതും അപൂർവമായിട്ട് മദർ പ്ലാന്റുകളായിട്ടുള്ള ഒരു പ്രദേശമാണിത്. അപ്പോൾ ഈ പ്രദേശത്തെ ഈ മരങ്ങളെ, ഈ അപൂർവമായ 50-60 വർഷം പഴക്കമുള്ള മരങ്ങളെ മുഴുവൻ വെട്ടിമാറ്റാനുള്ളൊരു നീക്കം നടക്കുന്നുണ്ട്. അതിനെതിരെയുള്ള ഒരു പ്രതിഷേധമാണ്. അത് തികച്ചും ഗാന്ധിയൻ മാർഗത്തിലുള്ള ഒരു പീസ് സമരമാണ്. ആ പ്രതിഷേധങ്ങളില്ല, ബഹളങ്ങളില്ലാത്ത ഒരു പ്രതിഷേധമാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ ഈ പ്രദേശത്തിനുള്ളൊരു പ്രത്യേകത, ശക്തൻ തമ്പുരാൻ്റെ കാലം മുതലുള്ള തികച്ചും ജൈവ വൈവിധ്യം ഉറപ്പാക്കുന്ന തരത്തിലുള്ള യാതൊരുവിധ കെമിക്കൽസോ ഒന്നുമില്ലാത്ത രീതിയിൽ അത് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു പ്രദേശം കൂടിയാണ്. അപ്പോൾ ഈ ഭൂമി കാർഷിക സർവകലാശാലയിൽ നിന്നും വെറ്റിനറി സർവകലാശാലയ്ക്ക് കൊടുത്തിട്ട് ഈ വെറ്റിനറി സർവകലാശാല ഇത് വെട്ടിക്കളയാനുള്ളൊരു നീക്കം നടത്തുന്നുണ്ട്. അത് തികച്ചും പ്രതിഷേധാർഹമാണ്. അതൊരിക്കലും അനുവദിച്ചു കൊടുക്കാൻ കഴിയുന്നതല്ല. നമ്മുടെ ജൈവ വൈവിധ്യത്തെ സംരക്ഷിക്കുക എന്നുള്ളതും, അതുപോലെ തന്നെ നമുക്ക് ഭക്ഷണം തരുന്ന പ്ലാവ് പോലെയുള്ള ഈ മരങ്ങളെ, അതുപോലെയുള്ള മാവ്, ജാതി, ഈ മരങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മൾ ഓരോ പൗരൻ്റെയും കടമയാണെന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ ഈ സമരത്തോടൊപ്പം നിൽക്കുന്നത്. നന്ദി, നമസ്കാരം.